ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്തരമാറ്റിലെ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കാനുണ്ട് ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യം. കനകയും ഗോവിന്ദനും മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. അവരും അതെല്ലാം അറിഞ്ഞ് ആകെപ്പാട്ട് ഞെട്ടിത്തെറിച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ആദർശനാണെങ്കിൽ നമ്മുടെ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു എപ്പിസോഡിലെ ഭാഗമാണിത്. നമ്മുടെ അനാമിക ഒരുപാട് കുത്തുന്നുണ്ട് ആദർശിനെ. അതേസമയം അനാമികയുടെ കാമുകൻ അനന്തപുരിയിൽ എത്തുകയാണ് കേട്ടോ. അങ്ങനെ അനാമികയുടെ അവിഹിതം കയ്യോടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനാമികയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്ന മുത്തശ്ശൻ. ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് കേട്ടോ ജലജ, എല്ലാ വിധത്തിലും കാര്യങ്ങളെല്ലാം അങ്ങ് അറിയിച്ചു കൊടുക്കുകയാണ്. ആദർശിൻ്റെ കൊച്ചാണ് ചന്തുമോൾ എന്നുള്ള കാര്യം. അബി അവിടെ നല്ല കുഞ്ഞ് കളിച്ച് നിൽക്കുകയും ചെയ്യാണ്. അതേസമയം നമ്മുടെ നവ്യാണെങ്കിൽ അബി അങ്ങ് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ്. ആദർശേട്ടനെ കുറിച്ച് ഞാനിങ്ങനെയൊന്നും വിചാരിച്ചേ ഇല്ല. എല്ലാവരും അബിയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവർക്കും കാര്യം പിടികിട്ടിയില്ലേ, ആദർശേട്ടനാണ് ഇതിൻ്റെ അകത്തെ കള്ളൻ എന്നുള്ള കാര്യം. നയനി ആയതുകൊണ്ടാണ് ഇതൊക്കെ സഹിക്കുന്നത്. ഞാൻ വല്ലോ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ നവ്യ ഭയങ്കര ഇതിട്ട് പറയുന്നൊക്കെ ഉണ്ട്. എങ്കിലും സത്യം അറിയുമ്പോൾ നവ്യ എന്തായി തീരുമെന്നുള്ളത് നമുക്ക് കാണാനിരിക്കുന്നേ ഉള്ളൂ. അതേസമയം നമ്മുടെ ആദർശനാണെങ്കിൽ നമ്മുടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കനകയും ഗോവിന്ദനും ഒക്കെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഇതൊക്കെ തെളിയിക്കാവുന്നതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ തെളിയിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. ആദർശ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് തെളിയിക്കുന്നതെന്നുള്ളൊരു ഭാവമാണ് അവർക്ക്. അതേസമയം ആദർശ് ഈ റിപ്പോർട്ടുമായിട്ട് വന്നിട്ട് നേരെ വന്ന് നയനയോടെ പറയുന്നത്. അപ്പം നന്മമര നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ഈ വിവരമൊന്നും ഇപ്പം പറയണ്ട. ഇപ്പം നവ്യേച്ചി കുഞ്ഞുമായിട്ട് വന്നതേ ഉള്ളൂ. ഒരുപാട് സന്തോഷത്തിലാണ് നവ്യേച്ചി. ആ സമയത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാകെ മൊത്തം പ്രശ്നമാകും. നവ്യേച്ചിയുടെ ജീവിതം കൂടി ഓർക്കണ്ടേ. എന്നെ പോലെ എല്ലാം സഹിച്ചൊന്നും നവ്യേച്ചി നിൽക്കില്ല. കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നവ്യേച്ചി ഇറങ്ങിപ്പോയെങ്കിൽ എന്താവും അവസ്ഥ? ഇങ്ങനൊരു നല്ല ദിവസമായിട്ട് വേണ്ട ആദർശേട്ടാന്ന് പറയുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ നിരപരാധിത്വം എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കണം. ഞാനിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ, നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വരെ തല കുനിച്ചാണ് നിൽക്കേണ്ടത് വരുന്നത്. അങ്ങനൊരു അവസ്ഥയിൽ അവനായി എന്നെ ആക്കിയത്, അവനായി ഇതിൽ നാടകം കളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ അവൻ അങ്ങനെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുക ആദർശേട്ടാ. എന്തായാലും ചന്തുമോളെ നമ്മുടെ കുഞ്ഞായിട്ട് തന്നെ നമ്മൾ കണ്ട് വളർത്തുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനി അബി എന്ത് കളിച്ചാൽ എന്താ, അബിയുടെ നാടകം കുറച്ചുകൂടെ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള വിവരമൊക്കെ വെളിപ്പെടുത്തുക ആദർശേട്ടാ എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് രണ്ടുപേരെ ഈ കാര്യം ബോധിപ്പിക്കാനുണ്ട്. ഒന്ന് മുത്തശ്ശനെയാണ്, പിന്നെ ഒന്ന് എൻ്റെ അമ്മയാണെന്ന് പറയാണ്. അമ്മ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മുത്തശ്ശൻ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം. പക്ഷേ അമ്മ അങ്ങനെയല്ല. അമ്മ ഇപ്പോഴും പറയുന്നത് ഞാനാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടും അമ്മയെ തിരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. കാരണം നിന്നെ ഞാൻ ചതിച്ചോ എന്ന് അമ്മയ്ക്കൊരു സംശയമുണ്ട്. അതെനിക്ക് തെളിയിക്കണം, അല്ലാതെ എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിനെന്താ, നമുക്ക് അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാം, അതുപോലെ മുത്തശ്ശനെ അറിയിക്കാം. പക്ഷേ ഉടനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട, എല്ലാവരുടെയും മുമ്പിൽ ഇത് വെളിപ്പെടുത്തുക എന്നുള്ളത്. കാരണം നവ്യേച്ചിയെയും കുഞ്ഞിനെയും നമ്മൾ ഓർക്കണ്ടേ. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അബിയെ എല്ലാവരും അറിഞ്ഞാൽ ഇവിടുന്ന് പുറത്താക്കാതിരിക്കാൻ മുത്തശ്ശനാവില്ല. അങ്ങനെ ആകുമ്പോഴേക്കും പിന്നെ നവ്യേച്ചിയുടെ സ്ഥാനം എന്താവും? കുഞ്ഞുമായിട്ട് പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നവ്യയുടെ ഭാവി ഓർത്ത്, ആ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ഇതൊക്കെ പൊറുക്കാം. പക്ഷേ അവൻ എൻ്റെ മുമ്പിൽ തകർത്താടിയതിന് ഞാൻ അവനൊരു പണി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട്, അത് ശരിയാ, അബി കുറ്റക്കാരൻ തന്നെയാണ്. തെറ്റ് ചെയ്ത അബി അതിനുള്ള ശിക്ഷ അനുഭവിക്കണം, അത് നമുക്ക് വഴിയെ കൊടുക്കാമെന്ന് പറയണം. അങ്ങനെ ദേവയാനിയെ പുറത്ത് കൊണ്ടുപോയിട്ട് ഈ വിവരങ്ങളും ഈ റിസൾട്ടും ഒക്കെ ആദർശ് കാണിക്കുക. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ആദർശ്, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വീട്ടിൽ ഇരുന്ന് പറയാൻ മേലാത്ത എന്ത് രഹസ്യം നിനക്ക് ഇവിടെ വന്നിട്ട് പറയാനുള്ളതെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്നെ വിശ്വസിക്കണം, ഞാനല്ല ചന്തുമോളുടെ അച്ഛൻ. ഞാൻ പല ആവർത്തി ഇക്കാര്യം പറഞ്ഞതാണ്, പക്ഷേ അമ്മ അതൊന്നും മനസ്സിലാക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് പറയാണ്.
അപ്പോൾ ദേവയാനി പറയാ, ഇത് പറയാനാണോ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഇത് തന്നെയല്ലേ നീ അവിടെ വീട്ടിൽ വെച്ചും പറഞ്ഞുകൊണ്ടേയിരുന്നത്. പിന്നെ ഇനി ഇവിടെ വന്നിട്ട് എന്ത് പറയാനാ എന്ന് ചോദിക്കുമ്പോൾ പറയുക മാത്രമല്ല, അതിൻ്റെ തെളിവൊക്കെ ഞാൻ അമ്മയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ദേവേനെ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് അഭിയാണല്ലോടാ. അപ്പം അവൻ ഇത്രയും ഒരു ചതിയനായിരുന്നോ? അപ്പോൾ ഈ നാടകമെല്ലാം കളിച്ചത് അവൻ്റെ കളിയായിരുന്നോ? അപ്പോൾ ആദർശ് പറയാണ്, ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്ന അഭിയെ സംശയം എന്നെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയിരുന്നു. മുത്തശ്ശനും അത് മനസ്സിലായി. അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇക്കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അമ്മ മാത്രമാണ് ഇത് മനസ്സിലാക്കാതെ ഇരുന്നത്. നയനയ്ക്കും കാര്യങ്ങളൊക്കെ ബോധ്യമായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാം, നിന്നെ എനിക്ക് വിശ്വാസമായിരുന്നു. ഞാൻ നിന്നെ ആ രീതിയിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാണ്. അപ്പം പറയാണ്, ഇല്ല, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ലമ്മയെന്ന് പറയാണ്. അങ്ങനെ ഒരു പെൺകുട്ടികളെ വഞ്ചിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതും ഒരു പിഞ്ചു കുഞ്ഞിനോട് നീതികേട് കാണിക്കാൻ അതും എനിക്ക് പറ്റില്ലെന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ശരിയാണ്, ഇതിപ്പം അനന്തപുരി ചെന്ന് പറഞ്ഞ് അവനെ തൂക്കിയെടുത്ത് വെളിയിലിടുക ചെയ്യേണ്ടത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, വേണ്ടമേ, നയനയുടെ ചേച്ചിയാണ് നവ്യ ഇപ്പോൾ സന്തോഷത്തിലാണ്. ഒരു കുഞ്ഞുമായിട്ട് അനന്തപുരി വന്നിരിക്കുക. അനന്തപുരിയിലെ വരുന്ന തലമുറയിലെ കുഞ്ഞാണവൻ. അവൻ അവിടെ വളരാനുള്ളവനാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമൊക്കെ എടുത്തിട്ട നവ്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നവ്യ ആ നിപ്പിന് തന്നെ അവളുടെ വീട്ടിലേക്ക് കുഞ്ഞുമായിട്ട് പോയെന്നിരിക്കും. അങ്ങനെയുണ്ടെങ്കിലും നമുക്ക് തന്നെയല്ലേ നഷ്ടം. അഭി കളിക്കട്ടെ, കുറച്ചുകൂടി കളിക്കട്ടെ. അമ്മയും മുത്തശ്ശനും അതുപോലെ തന്നെ നയനിയൊക്കെ ഈ കാര്യം അംഗീകരിച്ചാൽ പിന്നെ വേറെ ആരംഗീകരിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ചന്തുമോളെ സ്വന്തം മോളായിട്ട് തന്നെയാണ് നയന വളർത്തുന്നതും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളൊന്നും പേടിക്കേണ്ടെന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയും അതൊക്കെ സമ്മതിക്കുക. അപ്പോൾ ആ രീതിയിൽ അവിടെ നാടകം ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ അഭി നല്ല രീതിയിൽ വിഷം കുത്തി വെക്കുന്നുണ്ട് നമ്മുടെ നവ്യയുടെ മനസ്സിൽ. അങ്ങനെ നവ്യയ്ക്ക് ചന്തുമോളോട് നല്ല ദേഷ്യമാവുകയാണ് കേട്ടോ. ഒരു ദിവസം നവ്യ കുഞ്ഞിനെ കുളിപ്പിച്ചിങ്ങനെ ഒരുക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പാവം ചന്തുമോളാണെങ്കിൽ ഈ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരിക. അവിടെ വന്നിങ്ങനെ നിന്ന് നോക്കുവാണ് ചന്തുമോള്. നോക്കുന്ന സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താടി നോക്കുന്നത് എന്ന് ചോദിക്കുമ്പം ചന്തുമോള് പേടിച്ചിങ്ങനെ നിൽക്കുക. എന്നിട്ട് കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ വന്ന് പിടിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, വേണ്ട, അങ്ങോട്ട് മാറി നിന്നേ. അപ്പം ചന്തുമോള് ആകെ വിഷമിച്ച് മാറി നിൽക്കുക. നീ വന്ന് പിടിക്കുകയൊന്നും വേണ്ട, നീ ആരും കാണാതെ കുഞ്ഞിൻ്റെ അടുത്ത് വരികയും വേണ്ട. കുഞ്ഞിനെ ഉപദ്രവിക്കാനായിരിക്കും അല്ലേ? എവിടെയോ കിടന്ന് ഏതോ കൊച്ച് ഇവിടെ വന്നിട്ട് എൻ്റെ കൊച്ചിനെ ഒന്നും പിടിക്കാൻ വരണ്ട. നീ ആദർശേട്ടൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞു. നിൻ്റെ അമ്മയാരാടി? എങ്ങനെയാടി നീ ആദർശേട്ടൻ്റെ കുഞ്ഞായത്? മാറി നിൽക്ക്. എൻ്റെ കൊച്ചിൻ്റെ അടുത്തൊന്നും വന്ന് നിൽക്കണ്ട. അതിനെ തരം കിട്ടുമ്പം ഉപദ്രവിക്കാനായിരിക്കും വരുന്നത്. അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടമൊന്നും നീ എടുക്കാൻ വരണ്ട എന്നൊക്കെ പറയുക. അപ്പോൾ ഇത് കേട്ട് ആകെ വിഷമിച്ചാൽ കേട്ടോ നമ്മുടെ ചന്തുമോൾ അവിടുന്ന് ഇറങ്ങി അങ്ങ് പോകുന്ന കാണുമ്പോൾ നമ്മുടെ നയന കയറി വരുമ്പോഴാണ്. അപ്പോൾ ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, എന്താ മോള് കുഞ്ഞുവാവെ കാണാൻ വന്നിട്ട് കരഞ്ഞിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചന്തുമോള് പറയുന്നുണ്ട്, അത് ആൻറ്റി എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറയുക. കുഞ്ഞാവെ ഞാൻ ഉപദ്രവിക്കുമെന്ന് വഴക്ക് പറഞ്ഞേ, ഞാനങ്ങനെ ഉപദ്രവിക്കുകയല്ല നയനാമ്മയെന്ന് പറയുക. അപ്പോൾ നയനയ്ക്ക് അങ്ങ് വിഷമമായിട്ട് നയന കയറി വന്നിട്ട് നവ്യയോട് ചോദിക്കുക, എന്താ നവ്യേച്ചി ആ കുട്ടിയോട് ഇങ്ങനെ പെരുമാറാൻ? നവ്യേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യം ആദർശേട്ടനോടുണ്ടെങ്കിൽ അതിന് ആ കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറണോ? നമ്മുടെ നവ്യേച്ചിയുടെ കുഞ്ഞിനെ പോലെ തന്നെ ഒരു കൊച്ചല്ലേ അതും. അപ്പോൾ പറയാണ്, എൻ്റെ കൊച്ചിനെ പോലെ തന്നെയുള്ളൊരു കൊച്ചാണെന്നോ അതോ? ഇത് അനന്തപുരിയിലെ അനന്തരാവകാശിയായിട്ട് വന്ന കൊച്ചാ. മാനം മര്യാദയ്ക്ക് വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ കുഞ്ഞ്. അതുപോലെയാണോ അത്? നിൻ്റെ ഭർത്താവ് ആദർശ് എവിടെയോ ആരുടെ കൂടെയോ കറങ്ങി നടന്നുണ്ടായ കുഞ്ഞല്ലേ? ഒരു അഡ്രസ്സ് പോലുമില്ല. എന്നിട്ടിപ്പം 4-5 വയസ്സായപ്പം ഉച്ച എന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. മുത്തശ്ശനാണെങ്കിൽ വേറെ ഒരു പണിയില്ല. അതുകൊണ്ട് ഈ കടുങ്കൈയൊക്കെ ചെയ്തു വെക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ദോഷം. എൻ്റെ കുഞ്ഞ് അനുഭവിക്കേണ്ട ആ ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഒക്കെ അവൻ തന്നെ അനുഭവിക്കണം. അല്ലാതെ വേറൊരു കൊച്ചിനെ കൂടെ താലോലിക്കേണ്ട കാര്യം എന്താ? നിനക്കും ആദർശനും എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചൂടെ? നീ എന്തിനാ എപ്പോഴും ചന്തുമോളെന്ന് പറഞ്ഞ് നടക്കുന്നത്? മുത്തശ്ശനും മുത്തശ്ശിയാണെ കൊച്ചിനെ മടിയിൽ നിന്ന് ഇറക്കുന്നില്ല. എൻ്റെ കുഞ്ഞിന് മര്യാദയ്ക്കൊന്നും എടുക്കാൻ പോലും അവരെ കൊണ്ട് പറ്റുന്നില്ല. അതൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ നവ്യയോട് നയന പറയാം, ചേച്ചി ഇപ്പം ഈ പറഞ്ഞതൊക്കെ ഇത്തിരി കൂടിപ്പോയി. അതൊരു പിഞ്ചു കുഞ്ഞല്ലേ, അതിൻ്റെ മനസ്സിങ്ങനെ വിഷമിപ്പിക്കേണ്ടിയിരുന്നില്ല. ഒരു സമയത്ത് ചേച്ചിക്ക് ഇതൊക്കെ ചിലപ്പോൾ മാറ്റി പറയേണ്ടി വരും, അത് ഓർത്തോണം എന്ന് ഒരു താക്കീതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നയന. എന്നിട്ട് നയനെ അങ്ങ് പോവാണ്.
അങ്ങനെ അവിടെ നല്ല രീതിയിൽ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ അനാമികയാണെങ്കിൽ തകർത്തുല്ലസിച്ച് നടക്കുകയാണ്. കാമുകന്മാരെ മാറ്റി 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 പിടിച്ച് നടക്കുക. കാരണം അനി നന്ദുവിൻ്റെ പുറകെയാണ് എന്ന് ഉള്ള ആ ഒരു ധൈര്യം കൂടി ആകുമ്പം അനാമികയ്ക്ക് നല്ല സർവ്വ സ്വാതന്ത്ര്യമായി. അനാമിക ഇഷ്ടംപോലെ ആൾക്കാരുടെ പുറകെ കറങ്ങി നടക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക. സ്ഥിരമായിട്ട് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോവുകയും വീട്ടിലേക്ക് പോകും, പിന്നെ കാമുകന്മാരുടെ കൂടെ കറങ്ങാൻ പോകുന്നു, റിസോർട്ടിൽ പോകുന്നു. അങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് അനാമികയുടെ ജീവിതം പോവുകയാണ്. അനിയും അനാമികയും കൂടെ നേരി കണ്ട വഴക്കാണ് താനും. അനിയാണെങ്കിൽ നന്ദുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം നന്ദു ട്രെയിനിങ് ക്യാമ്പിലാണല്ലോ. ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് ആ ട്രെയിനർ നല്ല പണി തന്നെ നന്ദുവിന് കൊടുത്തോണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ വീഡിയോസെല്ലാം നമ്മുടെ വേണുവിനെ കാണിച്ചു കൊടുക്കുക. വേണുവും രേവതിയും അനാമികയും സന്തോഷിക്കുകയാണ് കേട്ടോ. എന്തായാലും നന്ദു ഇനി ട്രെയിനിങ് കഴിഞ്ഞ് നല്ല രീതിയിൽ പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ല, അവളൊരു SI ആയി മാറുമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ പോലൊന്നും കാര്യങ്ങൾ ഏക്കുന്ന മട്ടൊന്നുമില്ല. നന്ദു അവൾ എത്ര കഷ്ടപ്പെട്ടാലും അവൾ ഈ ട്രെയിനിങ് പൂർത്തിയാക്കും. അവൾക്ക് SI ആവണം എന്നുള്ളത് അവളുടെ സ്വപ്നമാണ് എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതവളുടെ സ്വപ്നമാണെങ്കിൽ അവൾ SI ആകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ സ്വപ്നമല്ലേ. അവൾ SI ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി വാളും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. നമുക്ക് എന്തെല്ലാം പണി അവൾ തരാവോ അതെല്ലാം തരും. അതുകൊണ്ട് അവൾ SI ആവരുത് എന്ന് തന്നെ പറയാം. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, അതാ എനിക്ക് പറയാൻ ഉള്ളത്. അവിടെയാണെങ്കിൽ ഒരുത്തൻ അവളെന്ന് പറഞ്ഞ് പുറകേ നടക്കുക. ഏത് നേരവും നന്ദുപുരാണം. അങ്ങനെയുള്ളപ്പോൾ ഇനി SI ആയിട്ട് വേഷം കെട്ടി ഇങ്ങോട്ട് വന്നാ ഒന്നും പറയാനില്ലെന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, മോളെ എനിക്കിപ്പം നിന്നോടുള്ള ഭാവം എങ്ങനെയുണ്ട്? അപ്പോൾ അനാമിക അങ്ങ് കടിച്ചു കീറാൻ വരുന്ന പോലെ പറയാം, അമ്മയ്ക്ക് നാണമില്ലേ ചോദിക്കാൻ? ഇത്രയും നാളും ഞാൻ പറഞ്ഞിട്ടൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവൻ എന്നോടൊരു ഭാവവും ഇല്ല താളവും ഇല്ല. അവൻ എന്നെ കാണുന്നത് പോലും കലിയ. അങ്ങനെയുള്ള അവൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ച് അമ്മ എന്നോട് ചോദിക്കരുത്. പിന്നെ അവിടുത്തെ സ്വത്തും പണവും കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു കൊച്ചിനെയും കൊണ്ട് വന്ന് കയറിയിട്ടുണ്ട്. അവളുടെ ഭാഗം അവൾ അനന്തപുരിയിലെ മഹാറാണിയാണെന്നുള്ളതാണ്. വേറൊരുത്തി അതിലപ്പുറം എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഭർത്താവിൻ്റെ കുഞ്ഞിനെ താലോലിച്ചുകൊണ്ട് നടക്കുന്നു. ഇവന്മാരെല്ലാം ഇങ്ങനെ പിഴയാണല്ലോ. അനന്തപുരിയിലെ നമ്മുടെ ആദർശാണെങ്കിൽ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ നേരത്തെ തന്നെ പോക്കാ. അനിയോ അവനാടെ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നു. എല്ലാം ഒരേപോലെ തന്നെ. പിന്നെ എന്തെങ്കിലും സ്വത്തും പണമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. എനിക്ക് അവനോട് ഒരു താല്പര്യമില്ല എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പിന്നെ നിനക്ക് ആരോടാ താല്പര്യം? നിനക്ക് വേറെ ചില ആൺപിള്ളേരോടൊക്കെ താല്പര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അമ്മ അറിഞ്ഞെങ്കിൽ അത് സത്യമാണ്. എനിക്ക് 1-2 പേരോട് അഫെയർ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരുത്തനെ നല്ലതായിട്ടുള്ളവനെ ഞാൻ ചൂസ് ചെയ്യും. അത് ഈ അനിയെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം. അവൻ്റെ സ്വത്ത് കിട്ടി ഡിവോഴ്സും കൊടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ. തൽക്കാലം ഞാൻ എൻ്റെ ജീവിതം എൻജോയ് ചെയ്യുന്നു. ഞാൻ അവരുടെയൊക്കെ കൂടെ ഒന്ന് കറങ്ങി നടക്കുന്നു. എന്തെങ്കിലും ഒരു സന്തോഷം എനിക്കും വേണ്ടേ? അവൻ നന്ദുവിൻ്റെ പുറകെ അവൻ്റെ കൂട്ടുകാരുടെ പുറകെ നടക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, നീ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ നടന്നു, പക്ഷേ അനന്തപുരിയിൽ ഇത് അറിയാതിരിക്കണം. അനന്തപുരിയിലെ ആ മൂർത്തി സാറെങ്ങാനും ഈ വിവരം അറിഞ്ഞാൽ പിന്നെ നിന്നെ അവിടുന്ന് അടിച്ചിറക്കും. അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അനാമിക ഒരു ദിവസം കാമുകനെ കാണാൻ പോവാണ്. പോയിട്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കുക. അവനാണെങ്കിൽ ഒരു വലിയ ബിസിനസ്സുകാരനാണ് കേട്ടോ. അവനും ജ്വല്ലറിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും അനാമിക സംസാരിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെയുള്ള പ്ലാനുകളാണ് പറയുന്നത്. മൂർത്തീസ് ജ്വല്ലറിയേക്കാളും വലുതാവണം നമ്മുടെ ജ്വല്ലറി എന്നൊക്കെ പറയാം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ശരിയാണ്, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യണം. ഇതിനിപ്പോൾ എന്താ ചെയ്യുക? മൂർത്തീസ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. നമ്മുടെ ജ്വല്ലറിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാം. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എൻ്റെ ജ്വല്ലറിയിലേക്കൊന്ന് കൊണ്ടുപോകാം, നീ അങ്ങോട്ട് വരാൻ പറയാം. അപ്പോൾ അനാമിക വലിയ ഗെറ്റപ്പിലൊക്കെ അടിച്ച് എന്തായാലും ജ്വല്ലറി പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവൻ കൊണ്ടുപോയിട്ട് അവൻ്റെ MD കസേരയിലേക്ക് നമ്മൾ അനാമിക അങ്ങ് ഇരുത്തുകയാണ്. എന്നിട്ട് അനാമികയോട് പറയാണ്, മോളെ നീയാണ് ഈ കസേരയിൽ ഇരിക്കേണ്ടതെന്ന് പറയാം. അപ്പം കുറച്ച് അഹങ്കാരത്തോടു കൂടി തന്നെ അനാമിക കസേരയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുക. എന്നിട്ട് അവനോട് പറയാം, ഇത് ഞാൻ കുറേ ആഗ്രഹിച്ചതാ. അനി അവന് പോലും ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയില്ല. ഉണ്ടെങ്കിൽ തന്നെ അവൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമോ, ഈ കസേരയുടെ പരിസരത്ത് പോലും അടുപ്പിക്കുകയോ ചെയ്യില്ല. നീയാടാ ബെസ്റ്റ്, നീ എന്നെ MD കസേരയെ വരെ ഇരുത്തിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് മോളെ ഇത്. നമ്മുടെ ജ്വല്ലറിയിൽ നീ ആയിരിക്കും MD നമ്മുടെ വിവാഹശേഷം എന്നൊക്കെ പറയുക. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും എന്നെ വിവാഹം കഴിക്കുക, അനിയെ അങ്ങ് ഒഴിവാക്ക്. എത്ര നാളായി ഞാനിത് നിന്നോട് പറയുന്നു അനാമികയെന്ന് പറയാം.
അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഞാൻ പിടിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം നിനക്ക് കൂടി അറിയാലോ. നമുക്ക് രണ്ടു പേർക്കും മെച്ചമില്ലാത്ത കാര്യത്തിന് ഞാൻ നിൽക്കുമോ? അവിടെ നിന്ന് അനിയുടെ പ്രീതി പിടിച്ചു പറ്റാനൊന്നും വേണ്ടിയിട്ടല്ല. അവിടുത്തെ സ്വത്തും പണവും കുറേ കൈക്കലാക്കണം. എന്നിട്ട് വേണ്ടേ നമ്മുടെ ബിസിനസ് ഒന്നുകൂടി വിപുലപ്പെടുത്താനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നീ കുറച്ചുകൂടി സഹിക്കടാ എന്നൊക്കെ പറയാണ്. അങ്ങനെ അനാമികയോട് അവൻ പറയുന്നുണ്ട്, നമ്മുടെ ബിസിനസ് പുരോഗമിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാം, നല്ലൊരു ഡിസൈനർ വേണം. മൂർത്തീസ് ജ്വല്ലറിയിൽ ആ നയനയുണ്ടല്ലോ, അവളുടെ ഡിസൈനുകൾക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. അവളവിടെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ വരുമാനം ഇപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ ആദർശിൻ്റെ ഗുണമേന്മ കൊണ്ടൊന്നും അല്ല. നയനയെ പോലെ ഒരു ഡിസൈനറെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജ്വല്ലറി വെച്ചടി കയറും എന്ന് പറയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നയനയെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വലിച്ചാലോ? അവൾ വന്ന് നമുക്ക് വേണ്ടി ജോലി ചെയ്യുമെന്ന് ചോദിക്കുമ്പം അനാമിക പറയാം, നല്ല കേസായി. അവളെങ്ങും വരികയില്ല. അവൾ അവിടുത്തെ ചീഫ് ഡിസൈനർ ആണെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇനി അവിടെ ആദർശമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉടക്കം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ അടുപ്പിച്ച് നമുക്ക് അവളെ നമ്മുടെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയേക്കാളും ഒരടി മുകളിലേക്ക് നമ്മുടെ ജ്വല്ലറി പോകും. അക്കാര്യത്തിൽ സംശയമില്ല എന്നൊക്കെ പറയുക. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹത്തിലൊക്കെയാണ് കേട്ടോ. അതേസമയം അയാൾ പറയുന്നുണ്ട്, ദേ ഞാൻ വിളിക്കുമ്പോൾ നീ ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും, അനന്തപുരിയിലേക്ക് എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നീ ചതിക്കരുത്. കാരണം അനന്തപുരിയിലേക്ക് എങ്ങാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പണി പാളും. അവിടെ വന്ന ആരെങ്കിലും കണ്ടാൽ നമ്മുടെ ചീറ്റ് കയറും, ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. 10 പൈസ പോലും നമുക്ക് കിട്ടിയില്ലെന്ന് പറയാം. അതേസമയം ഒരു ദിവസം രാത്രിയിൽ അനാമികയെ ആ കാമുകൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടി നീ താഴേക്ക് വാ, ഞാനിവിടെ വന്നിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇപ്പോൾ കാണാനെന്ന് പറയുക. അപ്പോൾ അനാമിക ആകെ പെട്ടുപോവാണ്. അനാമിക പറയുക, അയ്യോ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ വരാൻ പറ്റില്ല, ഇവിടെ അനിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി വന്നാൽ സെക്യൂരിറ്റിയും മറ്റുള്ളവരും എല്ലാം കണ്ട് ആകെ പ്രശ്നമാകും, ഞാൻ വരില്ലെന്ന് പറയാം. അപ്പോൾ അവൻ പറയാണ്, നീ വന്നില്ല ഞാൻ അങ്ങോട്ട് കയറി വരും നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ റൂമിലേക്ക്, അപ്പോൾ ഇറങ്ങി വന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നീ ഇങ്ങോട്ട് കയറി വരരുത് എന്ന് പറയാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവൻ ആ അനന്തപുരിയിലേക്ക് കയറി വരുന്നത്. കയറി വന്ന് അവിടെ പതുക്കെ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദേവയാനിയാണെങ്കിൽ വെള്ളം എടുക്കാൻ താഴേക്ക് ഇറങ്ങി വരിക. താഴെ ഇറങ്ങി വന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കുകയാണ്. അപ്പം വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എന്തോ ഒരു മേശയെ തട്ടിമറിച്ചിടുന്ന ഒച്ച കേൾക്കുകയാണ്. അപ്പം ദേവയാനി പെട്ടെന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പം ഒരാൾ അതിൽ ഓടുന്ന കാണുവാണ്. പെട്ടെന്ന് ദേവയാനി ഭയങ്കര ഒച്ചയിട്ട് ബഹളം വയ്ക്കുക, അതേ കള്ളൻ കയറിയിട്ടുണ്ട്, ഇവിടെ കള്ളൻ കയറിയിട്ടുണ്ടെന്നും പറഞ്ഞ്. ആ സമയത്ത് എല്ലാവരും ലൈറ്റിട്ട് വരുവാണ് കേട്ടോ. നമ്മുടെ ആദർശം മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും കൂടെ വരികയാണ്. വരുമ്പോഴേക്കും ആരെയും കാണുന്നില്ല. അപ്പോൾ ആദർശിനോടും അനിയോടും ഒക്കെ പറയുന്നുണ്ട്, ദേ ഇതിൽ ഓടിയിട്ടുണ്ട്, എനിക്ക് തോന്നിയതൊന്നുമല്ല, ശരിക്കും ഉള്ളതാണ്. അപ്പോൾ അനാമികയ്ക്ക് കാര്യം പിടികിട്ടുക. അനാമിക പറയുന്നുണ്ട്, അത് വല്യമ്മയ്ക്ക് തോന്നിയതായിരിക്കും, ഇരുട്ടൊക്കെയല്ലേ, ലൈറ്റ് കെടുത്തി പോയി കിടക്കാൻ നോക്ക്, അല്ലാതെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഇവിടെ ഏത് കള്ളം വരാനാ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് തോന്നിയതൊന്നുമല്ല, ഞാൻ ശരിക്കും കണ്ടതാ, നിങ്ങൾ ഇവിടെയെല്ലാം ഒന്ന് നോക്ക് എന്ന് പറയാം. അങ്ങനെ നോക്കി വരുമ്പം അനിയും ആദർശം കൂടി നമ്മുടെ കള്ളനെ ഇങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ അനാമികയുടെ കാമുകനാണ്. അപ്പോൾ അനിക്ക് ആളെ കാണുമ്പോൾ തന്നെ പിടികിട്ടുകയാണ് കേട്ടോ, ഇവൻ്റെ കൂടെയാണല്ലോ കറങ്ങി നടക്കുന്നതെന്നുള്ളത്. ആഹാ നീ ആയിരുന്നോ, എനിക്ക് തോന്നിയിരുന്നു നീ ആയിരിക്കുമെന്ന്. നീ എന്തിനാണോ ഈ പാതിരാത്രി ഇവിടെ വന്ന് കയറിയത് എന്ന് അനി ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ ആദർശം ചോദിക്കുക, നിനക്കറിയാമോ അനി ഇവനെ എന്ന് ചോദിക്കുമ്പോൾ അനി പറയും, പിന്നെ എൻ്റെ ഭാര്യയുടെ കാമുകനല്ലേ, ഇവൻ്റെ കൂടെയാ പല സമയവും കറങ്ങി നടക്കുന്നത്, അതുകൊണ്ടായിരിക്കുമല്ലോ ഇവന് ഈ വീട്ടിൽ വന്ന് കയറിയതെന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കേട്ട് മുത്തശ്ശനും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയാം, ദേ അനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ഞാൻ ഇവനെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും, ഇതിനു മുമ്പ് ഞാൻ ഇവനെ കണ്ടിട്ടേ ഇല്ല. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മറ്റൊരാളെ വലിച്ചിട്ട് നാണം കെടുത്തരുത് തന്നെ, ഇത് വല്ല കള്ളനുമായിരിക്കും എന്ന് പറയുക. അപ്പോൾ കാമുവിനോട് ചോദിക്കുന്നുണ്ട് പിടിച്ച് വലിച്ച ആദർശ്, നീ ആരാടാന്ന് ചോദിക്കുക, നീ എന്തിനാ അനന്തപുരിയിൽ കയറിയതെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, അത് ഞാനൊരു കള്ളനാണ്, ഞാൻ വെറുതെ വന്നതാ എന്നൊക്കെ പറയാം. വെറുതെ വന്നതാണോ ശരിക്കും വന്നതാണോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ പോലീസിനെ വിളിക്കാമെന്ന് പറയുകയാണ് ആദർശ്. പോലീസ് വരട്ടെ, അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ എന്ന് പറയുക. അപ്പോൾ അനാമിക ആകെപ്പാടെ ഞെട്ടി വരച്ചിങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോഴേക്കും കാമുകൻ പറയാണ്, ഞാൻ അനാമികയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ, അവൾ എന്നോട് പറഞ്ഞിരുന്നു വരാൻ, അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറയുമ്പോൾ അനാമിക പറയാ, ദേ വെറുതെ പറയരുത്, ഞാൻ നിന്നോട് വരാൻ പറഞ്ഞിരുന്നോ, വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ കാമുകനെ കയ്യോടെ പിടിച്ചു. അപ്പം മുത്തശ്ശൻ പറയുക, എന്താ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ, ഈ അനന്തപുരിയിൽ ഇതൊക്കെ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമാണ്, ഇങ്ങനെ ഒരു കാര്യം ചെയ്ത അനാമിക എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, ദേ ഇവൻ്റെ കൂടെ ഈ രാത്രി തന്നെ ഇവിടെ അങ്ങ് ഇറക്കി വിടാം മുത്തശ്ശ, എന്തിനാ ഇനി ഇവിടെ വച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക.
അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെ രാത്രിയിലൊന്നും ഈ പെൺകുട്ടി ഇറക്കി വിടാൻ പറ്റില്ല. ഇവൾ നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വന്നതാ. നാളെ ഇവളുടെ വീട്ടിൽ നിന്ന് ഇവളുടെ അമ്മയച്ഛനും വരട്ടെ, അവർ വന്നിട്ട് ഒരു തീരുമാനം എടുക്കാം എന്ന് പറയാണ്. എന്നിട്ട് വേണുവിനെയും രേവതിയൊക്കെ വിളിച്ച് വരുത്തുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ വേണുവും രേവതി എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് ഓർത്തൊക്കെയാണ് വരുന്നത്. വന്നു കഴിയുമ്പോഴേക്കും വാതിക്കെ എല്ലാവരും ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം മുത്തശ്ശനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് വേണു, എന്താ മൂർത്തി സാറേ, എന്തിനാ വിളിച്ച്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഞങ്ങളുടെ മോള് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാ, നിങ്ങൾ ഇത്ര നാണം കെട്ടവരായല്ലോ. കാര്യം അനിയും അനാമികയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അനിയെ കുറ്റപ്പെടുത്തപ്പോഴും ഞങ്ങളെല്ലാവരും അനിയെ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവൻ ഇത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല. നന്ദുവിനെ തേടി അവളുടെ വീട്ടിലൊന്നും അവൻ പോകാറില്ല. ഇതിപ്പോൾ നിങ്ങളുടെ മകളുടെ കാമുകൻ ഇന്നലെ രാത്രിയിൽ ഈ വീട്ടിൽ വന്ന് കയറി എന്ന് പറയുമ്പോൾ വേണു നെഞ്ചത്ത് കൈവയ്ക്കുക, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ്, ദൈവത്തിനെ ഒന്നും വിളിക്കേണ്ട, നിങ്ങളുടെ വളർത്തുഗുണം അത്. നിങ്ങളുടെ മകള് ഭർത്താവുള്ളപ്പോൾ മറ്റു പലരുടെയും കൂടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇങ്ങനെ രാത്രിയിൽ വീട്ടിൽ വിളിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ ഈ അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഭാര്യ ഭർത്താക്കന്മാരായവർ ഒന്നിച്ച് ജീവിക്കല്ലാതെ ഒരു ഡിവോഴ്സ് പോലും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇതിപ്പം അതെല്ലാം സംഭവിക്കുന്ന. കൂടാതെ എന്തുമാത്രം വൃത്തികെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മകൾ ചെയ്തു വെക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ തറവാടിനൊരു പേര് പ്രശസ്തിയൊക്കെ ഉണ്ട്, അത് പുറത്ത് ഇല്ലാതാക്കുകയാണ് നിങ്ങളുടെ മകൾ ചെയ്യുന്നത് എന്നൊക്കെ വേണുവിനോട് പറയാം. അപ്പം രേവതി പറയുന്നുണ്ട്, മൂർത്തി സാറേ ക്ഷമിക്ക്, ഇപ്രാവശ്യമെങ്കിലും അവളോട് ക്ഷമിക്ക്, അവൾക്ക് അറിയാതെ പറ്റിയതായിരിക്കും, കൊച്ചു പിള്ളേരല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാ, കൊച്ചു പിള്ളേരാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്? എന്തായാലും അനാമിക ഇനി ഇവിടെ വേണ്ട. അനിയുടെ ഭാര്യയായിട്ട് അനാമിക തന്നെ വേണമെന്ന് ഞങ്ങൾ നിർബന്ധം വെച്ചുകൊണ്ടിരുന്നതാ. അനിയെ തിരുത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവളുടെ ഈ സ്വഭാവം വെച്ച് ഞങ്ങളുടെ അനിക്ക് ചേർന്ന പെണ്ണല്ല ഇവള് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ ജാനകി വന്നിട്ട് പറയുന്നുണ്ട്, ശരിയാ, അനാമിക ഇത്തരക്കാരിയാണെന്ന് ഞാനും വിചാരിച്ചില്ല എന്ന് പറയാണ്. അങ്ങനെ അനാമികയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്യാണ് കേട്ടോ. അങ്ങനെ അനാമികയെ പുറത്താക്കുകയും അനിയുമായിട്ടുള്ള ഡിവോഴ്സ് മുമ്പോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്